പേൾ സിറ്റി എന്നറിയപ്പെടുന്ന തൂത്തുക്കുടിയിൽ നിന്നും പാലക്കാട് വരെ മധുര ഡിവിഷനിൽ ഉള്ള ഓപ്പറേറ്റ് ചെയ്യുന്നൊരു വണ്ടിയാണ് തൂത്തുക്കുടി പാലക്കാട് പാലരുവി എക്സ്പ്രസ്. ഈ പാലരുവി എക്സ്പ്രസ് ഒന്ന് ലേറ്റായാൽ തന്നെ നമ്മുടെ ന്യൂസ് ചാനലിലൊക്കെ ന്യൂസ് വരും. അത്ര കേരളത്തിൻ്റെ ഒരു ഫേമസ് വണ്ടിയാണ്. വയനാട് കഴിഞ്ഞാൽ അടുത്ത ഫേമസ് വണ്ടിയാണ് പാലരുവി എക്സ്പ്രസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ പാലരുവി എക്സ്പ്രസിൻ്റെ കേട്ടോ. പാലരുവി എക്സ്പ്രസ് എന്ന് വരാൻ ലേറ്റായിട്ടാണ്. 8:52 ആയപ്പോഴാട്ടോ പുറപ്പെട്ട്. അതിന് കാരണം തിരുവനന്തപുരം നോർത്ത് എക്സ്പ്രസ് ഉണ്ട്, അമൃത്സറിൽ നിന്ന് വരുന്ന വണ്ടി. അപ്പോൾ ആ വണ്ടി എറണാകുളം ജംഗ്ഷൻ ഭാഗത്തോട്ട് പോകാൻ ഇത്തിരി ലേറ്റായി. അതുകൊണ്ടാണ് പാലരുവി എക്സ്പ്രസ് ലേറ്റായത്. അപ്പോൾ നമ്മുടെ വണ്ടി എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു. ഇനി ഈ വണ്ടിക്ക് അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് ആലുവ, അങ്കമാലി, ഇരിഞ്ഞാലക്കുട, തൃശ്ശൂർ, ഒറ്റപ്പാലം, പാലക്കാട്. ഇത്രയും സ്റ്റോപ്പുകളാണ് പാലരുവിക്ക് ഉള്ളത്. ഇപ്പോൾ വണ്ടിയിൽ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. ഈ വണ്ടി എറണാകുളം ടൗൺ വരെ നല്ല തിരക്കായിരിക്കും. കാരണം ഓഫീസ് ടൈം ആയതുകൊണ്ട് നല്ല തിരക്കായിരിക്കും പാലരുവി എക്സ്പ്രസ്സിന്. പാലരുവി എക്സ്പ്രസ് അങ്ങനെ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. ആലുവ റെയിൽവേ സ്റ്റേഷൻ നമ്മുടെ ഈ പാലരുവിയുടെ പുറകെ തന്നെ ബംഗളൂരു എക്സ്പ്രസ്സും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അത് എവിടെ വെച്ച് ഓവർടേക്ക് ചെയ്യുമെന്ന് അറിയില്ല, നോക്കാം നമുക്ക്. ഒറ്റപ്പാലത്ത് വെച്ചാണ് സാധാരണ ഓവർടേക്ക് ചെയ്യാറുള്ളത്. അപ്പോൾ എനിക്കിപ്പോൾ നോക്കാം നമുക്ക് എവിടെ വെച്ച് ഓവർടേക്ക് ചെയ്യുന്നു. ആലുവ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. പാലരുവി എക്സ്പ്രസ് ആദ്യം തുടങ്ങിയപ്പോൾ ആദ്യം പുനലൂരിൽ നിന്ന് പാലക്കാട് വരെയായിരുന്നു ആദ്യം സർവീസ് നടത്തിയത്. ആദ്യം അത് ഇൻ്റർസിറ്റി എക്സ്പ്രസ് ആയിരുന്നു. പിന്നെ ഇത് പുനലൂരിൽ നിന്ന് ഇത് തിരുനെൽവേലിയിലോട്ട് നീട്ടി. പിന്നെ അങ്ങനെയാണ് ഇതിൻ്റെ സ്ലീപ്പറൊക്കെ വന്നത്. പിന്നെ ഈ തിരുനെൽവേലിയിൽ നിന്ന് ഇത് തൂത്തുക്കുടിയിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പോൾ ഇത് തൂത്തുക്കുടിയിൽ നിന്ന് രാത്രി 9:40 പുറപ്പെട്ട് പാലക്കാട് 11:30 അടുത്ത ദിവസം ഉച്ചയ്ക്ക് 11:30 ഇത് പാലക്കാട് എത്തിച്ചേരുന്നു. പക്ഷേ ഇതൊരു 11:45 ആ ഒരു റേഞ്ചിൽ ഈ വണ്ടി പാലക്കാട് ഇത് എത്തിച്ചേരും. കാരണം അത്രയും എക്സ്ട്രാ ടൈം ഇതിന് കൊടുത്തിട്ടുണ്ട്. തിരിച്ച് ഈ വണ്ടി 4:05 വൈകിട്ട് പാലക്കാട് നിന്ന് പുറപ്പെട്ട് അടുത്ത ദിവസം തൂത്തുക്കുടിയിൽ 6:50 തൂത്തുക്കുടിയിൽ ഇത് എത്തിച്ചേരുന്നു. ഈ വണ്ടി ഭയങ്കര തിരക്കാണ് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും. പോകുമ്പോൾ പാലക്കാട് നിന്ന് പോകുമ്പോൾ എറണാകുളം വരെ അങ്ങനെ അത്ര തിരക്കുണ്ടാവില്ല, സീറ്റിങ് ഫുള്ളായിരിക്കും. പക്ഷേ എറണാകുളത്ത് നിന്ന് പിന്നെ കൊല്ലം ഭാഗത്തോട്ടൊക്കെ നല്ല തിരക്കായിരിക്കും, അത്ര ഡിമാൻഡാണ്. തിരിച്ചു വരുമ്പോഴും അങ്ങനെ തന്നെ എറണാകുളം വരെ നല്ല തിരക്കായിരിക്കും. കാരണം ഇതിൻ്റെ ഇടയിൽ ഈ എറണാകുളത്തിൻ്റെയും ഈ കൊല്ലത്തിൻ്റെ ഇടയിൽ ഇഷ്ടം പോലെ സ്റ്റോപ്പുകളാണ്. എക്സ്പ്രസ് അല്ല, കണ്ടാൽ നമുക്ക് തോന്നും ഒരു പാസഞ്ചർ ട്രെയിനാണെന്ന് പോലും. അത്ര സ്റ്റോപ്പുകൾ ഈ വണ്ടിക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ എറണാകുളം ടു പാലക്കാട് വരുമ്പോൾ
സ്റ്റോപ്പുകൾ കുറവാണ്. ഇപ്പോൾ ഈ ഇടയ്ക്കാണ് ഇരിഞ്ഞാലക്കുടയിൽ സ്റ്റോപ്പ് കൊടുത്തത്. എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ല കാര്യമെന്നാണ്. കാരണം പാലക്കാട് വരെ കാലിയടിച്ച് പോണേക്കാളും നല്ലത് ആരെങ്കിലും ഇരിഞ്ഞാലക്കുടയിൽ നിന്ന് ആരെങ്കിലും കയറിക്കഴിഞ്ഞാൽ റെയിൽവേക്ക് അത് ലാഭമല്ലേ, എൻ്റെ അഭിപ്രായമാണ്. പാലരുവി എക്സ്പ്രസ് അങ്ങനെ അങ്കമാലി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുക കേട്ടോ. അങ്കമാലി റെയിൽവേ സ്റ്റേഷൻ വണ്ടി ഇപ്പം ലേറ്റാണ്, പക്ഷേ ഇതിന് എക്സ്ട്രാ ടൈം പാലക്കാട് കൊടുത്തിട്ടുണ്ട്. 12:30 തോന്നുന്നു. ഇതൊരു 11:50 ആകുമ്പോൾ ഇത് പാലക്കാട് എത്തിച്ചേരും. ഇപ്പം ലേറ്റ് ആയാലും അവിടെ എത്തുമ്പോൾ നേരത്തെ ഇരിക്കും. അതാണ് ഈ എക്സ്ട്രാ ടൈമിൻ്റെ പ്രത്യേകത. അങ്ങനെ അങ്കമാലി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. പാലരുവി എക്സ്പ്രസ് അങ്ങനെ അങ്കമാലി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടിരിക്കുക കേട്ടോ. അപ്പോൾ ഈ ആലുവയിൽ നിന്നും അങ്കമാലിയിൽ നിന്നും വലിയ ആൾക്കാരൊന്നും കയറിയില്ല കേട്ടോ. അപ്പോൾ ഈ വണ്ടിയിലെ തിരക്ക് എറണാകുളം ടൗൺ വരെ ഉണ്ടാവുള്ളൂ. അപ്പോൾ തൃശ്ശൂർ പോകാനും പാലക്കാട് പോകാനും പറ്റിയൊരു ബെസ്റ്റ് വണ്ടിയാണ് കേട്ടോ ഈ പാലരുവി. മറ്റേ എറണാകുളം ബംഗളൂരു ഇൻ്റർസിറ്റി ഉണ്ടല്ലോ, അതിന് നല്ല തിരക്കായിരിക്കും. കാരണം അത് ബാംഗ്ലൂർ പോണ വണ്ടിയാണല്ലോ. അപ്പം അതുകൊണ്ട് ഈ വണ്ടി അങ്ങനെ അത്ര തിരക്കുണ്ടാവില്ല. ഇരിക്കാൻ സീറ്റ് കിട്ടും എന്തായാലും. ഇപ്പം തന്നെ 2-3 സീറ്റൊക്കെ ഒഴിവുണ്ട്. പാലരുവി എക്സ്പ്രസിൻ്റെ ലോഗോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അത് ഈ ഓട്ടോമാറ്റിക് എമർജൻസി ബ്രേക്കിംഗ് സിസ്റ്റമാണ് എക്വിപ്ഡായുള്ള ലോഗോയാണ് ഈ പാലരുവി എക്സ്പ്രസ്സിന് കൊടുക്കുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ കൊല്ലം പുനലൂർ ഈ ഭാഗത്ത് സഞ്ചരിക്കാൻ വേണ്ടി ഗാർഡ്സ് ഉള്ള റേഞ്ചാണ്. അപ്പോൾ അതുകൊണ്ട് ഓട്ടോമാറ്റിക് എമർജൻസി ബ്രേക്കിംഗ് സിസ്റ്റം എക്വിപ്ഡ് ആയിട്ടുള്ള ലോക്കോ മാത്രമേ ആ റൂട്ടിൽ കൊടുക്കുകയുള്ളൂ. അപ്പോൾ ഈ പാലരുവിക്ക് വരുന്ന ലോക്കോ ഈ ലോക്കോയാണ് കൊല്ലം ചെന്നൈ എഗ്മോറിന് വൈകിട്ട് കൊടുക്കുന്നത്, മനസ്സിലായോ? പിന്നെ കൊല്ലം മെയിലിന് വന്ന ലോക്കോ ഗുരുവായൂർ മധുരയ്ക്ക് കൊടുക്കും. ഗുരുവായൂർ എക്സ്പ്രസിൻ്റെ ലോക്കോ തിരിച്ച് പാലരുവിക്ക് കൊടുത്ത് പാലരുവി അങ്ങനെ തൂത്തുക്കുടിയിലോട്ട് പോകും. അങ്ങനെയാണ് ഇതിൻ്റെ ലോക്കോ ഷെയറിങ്. ഇത് റെയിൽ ഫാൻസ് ഗ്രൂപ്പ് പറഞ്ഞ അറിവാണ് കേട്ടോ എനിക്ക്. പുതുക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നമ്മളെ പിടിച്ചിട്ടേക്ക് കേട്ടോ പാലരുവി എക്സ്പ്രസ്സിനെ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ എറണാകുളം ബംഗളൂരു എക്സ്പ്രസ് നമ്മുടെ പുതുക്കാടിന് മുമ്പുള്ള സ്റ്റേഷനിലുണ്ട്. അപ്പോൾ അതിപ്പോൾ വരും, അതിപ്പോൾ ഓവർടേക്ക് ചെയ്ത് പോകും. അപ്പോൾ ആദ്യം തൃശ്ശൂർ എത്തേണ്ടത് പാലരുവിയാണ്. പക്ഷേ പാലക്കാട് എത്തേണ്ടത് ആദ്യം മറ്റേ ബംഗളൂരു ഇൻ്റർസിറ്റി എക്സ്പ്രസ്സാണ്. അതുകൊണ്ട് പാലരുവിനെ പിടിച്ചിട്ടിട്ട് മറ്റേ ബംഗളൂരു ഇൻ്റർസിറ്റീനെ കയറ്റി വിടും. അതാണ് ഇനി നടക്കാൻ പോകുന്നത്. സാധാരണ ഇത് ഒറ്റപ്പാലത്ത് വെച്ചാട്ടോ ഓവർടേക്ക് കൊടുക്കാറുള്ളത്, പക്ഷെ ഇപ്പോൾ പുതുക്കാട് വെച്ചാണ് കൊടുക്കണം. പാലരുവി എക്സ്പ്രസ് അങ്ങനെ പുതുക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു കേട്ടോ. ഇതിന് ഇവിടെ സ്റ്റോപ്പൊന്നുമില്ല കേട്ടോ, അത് വേറെ കാര്യം. പിന്നെ അത് മറ്റേ എറണാകുളം ബംഗളൂരു എക്സ്പ്രസ് ഉണ്ടല്ലോ, അപ്പോൾ അതിനെ കയറ്റി വിടാൻ വേണ്ടിയാണ് ഇവിടെ പാലരുവിനെ ഇവിടെ പിടിച്ചിട്ട്. പിന്നെ ഇപ്പോൾ ഈ പാലരുവിയുടെ അടുത്ത സ്റ്റോപ്പ് തൃശ്ശൂർ കേട്ടോ. അപ്പോൾ ഇനി ഈ മറ്റേ എറണാകുളം ബംഗളൂരു എക്സ്പ്രസ്സിന് ഇനി പാലക്കാടുള്ളൂ, തൃശ്ശൂരേന്.
പാലരുവി എക്സ്പ്രസ് അങ്ങനെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ വണ്ടി ലേറ്റാണ്, പക്ഷേ പാലക്കാട് എത്തുമ്പോൾ ഓൺ ടൈമിൽ എത്തും കേട്ടോ. ഇതാണ് പാലരുവി എക്സ്പ്രസിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ എനിക്ക് എറണാകുളം ടൗണിൽ നിന്ന് പാലക്കാട് വരെ 70 രൂപ കേട്ടോ. ഈ ഇടയ്ക്ക് റെയിൽവേ 5 രൂപ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ അറിവിൽ ഞാൻ പറഞ്ഞെന്നുള്ളൂ. പാലരുവി എക്സ്പ്രസ് അങ്ങനെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടിരിക്കുക കേട്ടോ. ഇനി പാലരുവി എക്സ്പ്രസിൻ്റെ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഒറ്റപ്പാലമാണ്. ഇനിയിപ്പോൾ ഈ വണ്ടി നല്ല സ്പീഡിൽ പോയിക്കോളും, കാരണം എറണാകുളം ബംഗളൂരുവിനെ പുതുക്കാട് വെച്ച് ഓവർടേക്ക് ചെയ്തുകൊണ്ട് ഇതിനിപ്പോൾ പെട്ടെന്ന് പോയിക്കോളും. അതുകൊണ്ട് ഇനി പേടിക്കണ്ട. ഒരു 11:50 റേഞ്ചിൽ പാലക്കാട് എത്തും. 12:30 കൊടുത്തേക്കണം, എങ്കിലും കുറച്ച് നേരത്തെ എത്തും. വരുന്ന ട്രെയിൻ പരശുരാം എക്സ്പ്രസ് ആട്ടോ. മംഗലാപുരം കന്യാകുമാരി എക്സ്പ്രസ് ഡയറക്റ്റ് മംഗലാപുരത്ത് നിന്ന് ഡയറക്റ്റ് കന്യാകുമാരിയിലോട്ടുള്ളൊരു വണ്ടിയാണ് പരശുരാം എക്സ്പ്രസ്. ഭയങ്കര ഡിമാൻഡുള്ളൊരു വണ്ടിയാണ്, നല്ല തിരക്കുള്ള വണ്ടിയാണ്. വേനാട്, പിന്നെ പാലരുവി, പരശുരാം, ഇത് മൂന്ന് നല്ല കേരളത്തിലെ ഫേമസ് വണ്ടിയാണ്. കാരണം ഓഫീസ് ടൈമിലാണ് ഈ വണ്ടിയൊക്കെ ഓടുന്നത്, അതുകൊണ്ടാണ്. ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ പാലരുവി എക്സ്പ്രസ് എത്തിയിരിക്കുകയാണ്. ഇനി ഈ വണ്ടിയുടെ ലാസ്റ്റ് സ്റ്റോപ്പാട്ടോ ഒറ്റപ്പാലം. അപ്പോൾ ഞാനിപ്പോൾ ഇരിക്കുന്ന കോച്ചിൽ തന്നെ 4-5 പേരേ ഉള്ളൂ. കാരണം ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, എറണാകുളം ടൗൺ വരെ ഇത് തിരക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് പാലക്കാടൊക്കെ പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ വണ്ടി ഞാൻ സജസ്റ്റ് ചെയ്യാണ്, പാലരുവി എക്സ്പ്രസ് ഇട്ടാൽ. അപ്പോൾ പോകാനുള്ളവർ ഇതിൽ തന്നെ പോവാം, അപ്പോൾ നിങ്ങൾക്ക് സുഖകരമായിട്ട് സ്ഥലത്തെത്താം. പാലരുവി എക്സ്പ്രസ് അങ്ങനെ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു വിട്ടാൽ ഇനിയിപ്പോൾ ഇതിൻ്റെ മുന്നിൽ വേറെ വണ്ടിയൊന്നുമില്ല. മുന്നിലുണ്ടായിരുന്നത് എറണാകുളം ബംഗളൂരു എക്സ്പ്രസ്സാണ്. അത് ഏകദേശം പാലക്കാട് എത്താറായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ വണ്ടിക്ക് ഇനി പാലക്കാട് വരെ നല്ല സ്പീഡിൽ പോകാം. ഈ റൂട്ടിൽ എനിക്ക് തോന്നുന്നു 100 km/h തോന്നുന്നു കേട്ടോ. എനിക്കറിയില്ല, അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യും. പാലരുവി എക്സ്പ്രസ് അങ്ങനെ പാലക്കാട് എത്തിയിരിക്കുക കേട്ടോ. അപ്പോൾ ഇത് 40 മിനിറ്റ് നേരത്തെയാണിത് പാലക്കാട് എത്തിച്ചേരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പാലരുവിനെ പിടിച്ചിട്ടിട്ട് മറ്റേ ബംഗളൂരു എക്സ്പ്രസ്സിനെ പുതുക്കാട് വെച്ച് കയറ്റി വിട്ടത്. അതാ കാരണം. കുറേ എക്സ്ട്രാ ടൈം ഉണ്ടല്ലോ. അപ്പോൾ ഈ വണ്ടി തിരിച്ചത് 4:05 ഇത് തിരിച്ചത് തൂത്തുക്കുടിയിലോട്ട് പോകും. നല്ല തിരക്കായിരിക്കും തിരിച്ചു പോകുമ്പോൾ. പാലക്കാടുകാരുടെ ഒരു സ്പെഷ്യൽ വണ്ടിയാണ് ഈ പാലരുവി എക്സ്പ്രസ്. കാരണം ഡയറക്റ്റ് കൊല്ലത്തോട്ട് കണക്ട് ചെയ്യണമല്ലേ, അപ്പം അങ്ങനെ അതുകൊണ്ട് ഒരു സ്പെഷ്യൽ വണ്ടിയാണ് പാലരുവി പാലക്കാടുകാർക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.